ഈ കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കൈ ഉരുൾ അതിജീവിതർക്കായി കൽപ്പറ്റയിൽ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഭൂമിയാണ്. 4-5 സോണിൽ ഉൾപ്പെട്ട സ്ഥലമാണിത്. ഇവിടെ ടൗൺഷിപ്പിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കൂടിയാണ്. ഇവിടെയാണ് ടൗൺഷിപ്പിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള 7 ലക്ഷം ലിറ്റർ ശേഷിയുള്ള സംഭരണി നിർമ്മിക്കുന്നത്. ടൗൺഷിപ്പിലെ 4-ാം സോണിൽ കുടിവെള്ള സംഭരണി സ്ഥാപിക്കാനായുള്ള പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. കാരാപ്പുഴയിൽ നിന്ന് ടൗൺഷിപ്പിലെത്തിക്കുന്ന കുടിവെള്ളം ഇവിടെ സ്ഥാപിക്കുന്ന സംഭരണിയിൽ ശേഖരിച്ച് ഭൂഗർഭ വിതരണ ശൃംഖലയിലൂടെയാണ് വീടുകളിലേക്കും പൊതുകെട്ടിടങ്ങളിലേക്കും എത്തിക്കുക. വീടും റോഡും പൊതുകെട്ടിടങ്ങളും ഉൾപ്പെടുന്ന ടൗൺഷിപ്പിൻ്റെ 299 കോടി രൂപയുടെ EPC കരാറിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള സംഭരണിയും നിർമ്മിക്കുന്നത്. EPC കരാർ എന്തെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നാണ്. കാരാപ്പുഴയിൽ നിന്ന് കുടിവെള്ളം എത്തിക്കാനുള്ള 3.2 കോടി രൂപയുടെ പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ പദ്ധതിയും. കാരാപ്പുഴയിൽ നിന്ന് കൽപ്പറ്റ നഗരസഭയിലെ സ്വർഗംകുന്നിലെ ശുചീകരണ പ്ലാന്റിലെത്തുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ടൗൺഷിപ്പിലേക്ക് എത്തിക്കും. ബൈപ്പാസിനടിയിലൂടെ 3 കിലോമീറ്റർ പൈപ്പുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ളം എത്തിക്കുക. കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും 400-ലധികം വീടുകളും അനുബന്ധ കെട്ടിടങ്ങളുമാണ് ടൗൺഷിപ്പിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ടാങ്ക് സ്ഥാപിച്ച് കുടിവെള്ള പദ്ധതി തയ്യാറാക്കുന്നത്. ഏതായാലും ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ ഈ വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണവും പൂർത്തീകരിക്കും.